ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഓൾമോസ്റ്റ് വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് ടോർക്ക് റിഞ്ച് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെഹിക്കിളിനകത്ത് വരുന്ന എല്ലാ നെറ്റ് ബോൾട്ടിനൊക്കെ സ്പെസിഫൈഡ് ആയിട്ട് അത് ടൈറ്റ് ചെയ്യാൻ ഒരു ടോർക്ക് ഉണ്ട്. ഈ നെറ്റ് ബോൾട്ടിനൊക്കെ ഈ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്തു വിടുന്ന ഒരു സ്പെസിഫൈഡ് ടോർക്ക് ഉണ്ട്. അതനുസരിച്ച് മാത്രം നമ്മൾ എന്ത് സ്പെയർ റിമൂവ് ചെയ്താലും ഫിക്സ് ചെയ്താലും ആ ടോർക്കിലായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെഹിക്കിളിന് ഈ വീലിനൊരു സസ്പെൻഷൻ റീപ്ലേസ്മെൻറ്റിന് ഈ വീൽ അഴിക്കാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ബോൾട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. നമ്മുടെ ഒരു ടൂള് ഡാമേജ് ആയി ഇത് അഴിക്കാൻ നോക്കിയിട്ട്. അപ്പോൾ ഇത് ഷോപ്പുകളിൽ ഇത് അഴിക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഹെവി ടോർക്കായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂമാറ്റിക് ഗണ്ണൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോർക്ക് നോക്കുക. ഓരോ വെഹിക്കിളിനും അതിൻ്റേതായ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന ടോർക്ക് നോക്കാം. നമ്മളിവിടെ വോൾവോ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് വോൾവോൻ്റെ ഓൾമോസ്റ്റ് ഐറ്റംസിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ടോർക്കുകൾ ന്യൂട്ടൺ മീറ്ററിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ആ ടോർക്കുകളൊക്കെ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടാണ് ടൈറ്റ് ചെയ്യുക. വീല് പോലെ തന്നെ നമുക്ക് ഒരുവിധ എല്ലാ ഐറ്റത്തിനും അതിൻ്റെതായ സ്പെസിഫൈഡ് ടോർക്ക് ഉണ്ട്. നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ പാനിൽ വരുന്ന ഡ്രെയിൻ ചെയ്യുന്ന ട്രെയിനെറ്റിന് ഒരു ടോർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസിങ്ങിന് ടോർക്ക് ഉണ്ട്. അപ്പോൾ ആ ടോർക്കുകളൊക്കെ നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഡാമേജ് ആവും, ടൈറ്റ് ചെയ്യുമ്പോഴും ഡാമേജ് ആവുന്ന കേസുകൾ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് വീലുകളിലൊക്കെ 140 ന്യൂട്ടൺ മീറ്റർ വരെ ടൈറ്റ് ചെയ്യേണ്ടി വരും. ഓയിൽ ഫിൽറ്ററിൻ്റെ കേസിനൊക്കെ ആണെങ്കിൽ 40 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാതും ഒരു ടോർക്ക് റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ടോർക്ക് റേഞ്ച് ആണെങ്കിൽ ചെറുതാണ്. ഇത് 10 ന്യൂട്ടൺ മീറ്റർ മുതൽ 70 ന്യൂട്ടൺ മീറ്റർ വരെയാണ് ഇതിൻ്റെ സ്പെസിഫൈഡ് യൂണിറ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ വരുമ്പോൾ 17 to 340. അപ്പോൾ വലുതൊക്കെ ടൈറ്റ് ആണെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഈ ടോർക്ക് റേഞ്ച് സ്പെഷ്യൽ ടൂളിന് ഇതിൻ്റെ കാലിബ്രേഷൻ ഉണ്ട്. ഇത് ഡിപ്പെൻസ് നമ്മളെ യൂസേജ്. നല്ല യൂസേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും എവറി 6 മന്തിൽ ഇത് കാലിബ്രേഷൻ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഡീലർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാലിബ്രേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കാം, അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രീമിയം കാർസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാട്ടിയാന്ന സ്ഥലത്താണ്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വോൾവോ കാർസാണ്.